ആ ചേച്ചിയോ? ഇതെന്താ ഒന്നും പറയാണ്ട്? കുഞ്ഞൂസിന് വെക്കേഷൻ അല്ലേ, അവൻ കൊറേ ആയിട്ട് പറയണു മാമിന്റെ അടുത്ത് പോവാന്നേ. ഇപ്പഴാ സമയം കിട്ടിയത്. അല്ല, മനു എവിടെ? മനുവേട്ടൻ വരാൻ കുറച്ച് വൈകും. കേറ്. കണ്ണട കരച്ചേക്ക്. വാ നടക്ക്. ഞാൻ തലവേഞ്ചിട്ട് കിടക്കായിരുന്നു. ബെല്ലടിച്ച പണിയിട്ടതാ. കുറച്ചുകൂടി കിടക്കട്ടെ, അല്ലെങ്കിൽ ശരിയാവില്ല. മോനാ ബാഗ് അവിടെ കൊണ്ട് അയച്ചു വെക്കേട്ടാ. ഞാൻ കുറച്ചു നേരം എത്തിയിട്ട്. അല്ല, കുഞ്ഞിനെ കൂട്ടിയില്ലേ? കുഞ്ഞില്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് വരുമോ? അവിടെ സൗദാമിനിയച്ചിന്റെ കുട്ടികളെ വെക്കേഷൻ നാട്ടിൽ വന്നിട്ടില്ലേ, ആ കുട്ടികളെ വന്ന് എടുത്തിട്ട് പോയതാ. അവിടെ കളിക്കാ തോന്നുന്നു. അല്ല, ചേച്ചി എന്താ വന്നവിടെ അടുക്കളക്കായിരുന്നു? അവളിവിടെ ഇല്ലേ? അവള് തലവേദനിച്ചിട്ട് കിടക്കുക. അല്ലടാ, അന്ന് ഗ്യാസ് തീർന്നു ഒന്ന് എടുത്തു വെക്കട്ടെ ചേച്ചി എന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞാണല്ലോ. പിന്നെന്താ, അവൾക്ക് കണ്ടേ ഇല്ല? ഇല്ല ചേച്ചി, ഇപ്പൊ ഞാൻ വന്നിട്ട് അവിടെ നിർത്താല്ലേ, അവസാനം അത് തീർന്ന നിങ്ങൾക്കും ബുദ്ധിമുട്ടാല്ലേ. ഞാൻ ഒരു ഇൻഡക്ഷൻ മേടിച്ചിട്ടുണ്ട്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പിന്നെ അളിയന്റെ അച്ഛനമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അവർക്ക് കുഴപ്പമൊന്നുമില്ല. കുഞ്ഞൂസ് വെക്കേഷൻ ആയപ്പോ തൊട്ട് പറയാ മാമിന്റെ അടുത്ത് പോവാ പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് അവരിങ്ങനെ ഒറ്റയ്ക്കാക്കിട്ട് വരാൻ പറ്റില്ലല്ലോ മോനെ. ഇന്നലെ അപ്പൊ നാത്തും വന്നതേ, അപ്പൊ അവളുടെ അടുത്ത് ആക്കിട്ട് വന്നതാ. അതിപ്പോ അവരുടെ കുട്ടികൾക്ക് വെക്കേഷൻ തുടങ്ങിയിട്ടുണ്ടാവല്ലേ. എന്തായാലും ചേച്ചി കുറച്ച് ഇരുന്നിട്ട് പോയാൽ മതി കേട്ടോ. അതാ നീ വരുമ്പോ വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ മില്ലിന്ന് കാറെടുത്ത് അതിലേ വരുമായിരുന്നു. ബസ്സിൽ വന്നേരണ്ട കൂടി. അതൊന്നും സാരമില്ല. അല്ലടാ, എന്താ നിന്റെ കോലൊക്കെ എങ്ങനെ താടിയും തലയൊക്കെ വളർന്നിട്ട്? മര്യാദയ്ക്ക് ഭക്ഷണമൊന്നും കഴിക്കലില്ലേ? ഒന്നും പറയണ്ട ചേച്ചി, മില്ലിൽ കച്ചവടം ഭയങ്കര കുറവാണ്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് 4 മാസമല്ലേ ഉള്ളൂ, അതിന്റെ കട വേറെയുണ്ട്. ഈ തടി കൊണ്ടുപോയൊരു മര്യാദയ്ക്ക് പൈസ തന്നാൽ മതിയായിരുന്നു. എനിക്കാണെങ്കിൽ മോൻ കുറപ്പിച്ച് ചോദിക്കാൻ പറയുന്നത് ബിസിനസ്സിനൊന്നും വരില്ല എന്ന് പറയും. അവിടെ ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് തരട്ടെ? അതൊന്നും വേണ്ട. ആരെങ്കിലും കുഞ്ഞൂസ് ഈ ചിക്കനും മീനൊന്നും കഴിക്കില്ല. അവന് 3 നേരം ദോശയും ചമ്മന്തിയും മതി. എന്തായാലും ഞങ്ങൾ കുറച്ചു ദിവസം ഇവിടെ ഉണ്ടല്ലോ. നിനക്ക് ഞാൻ ചായ എടുക്കട്ടെ? ചായ ഒന്നും വേണ്ട ചേച്ചി, ഞാൻ വരുന്ന വഴിക്ക് കുടിച്ചാ. ഇവിടെ വന്നു. ഗീതു, ഗീതു. നീ എന്തിനാ അവളെ വിളിക്കാൻ നിൽക്കുന്നത്? അവള് വയ്യാതെ കിടക്കല്ലേ. നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറ, ചേച്ചി എടുത്തുതരാ. അല്ല, അതിനല്ലേ ചേച്ചി, എനിക്ക് വേറൊരു കാര്യം. ചേച്ചി ഒരു കട്ടൻ ചായ എടുത്തരും? ആദ്യം ചോദിച്ചപ്പോ തന്നെ പറഞ്ഞുവിടായിരുന്നോ? മറ്റുള്ളവരും ബുദ്ധിമുട്ടിക്കേണ്ട വേണ്ടേ വേണ്ട പറയുന്ന സ്വഭാവത്തിന് ഇപ്പോഴും ഒരു മാറ്റമില്ല അല്ലേ? എടാ മോനെ, ഇങ്ങനെയായ ബിസിനസ് ചെയ്തിട്ട് എങ്ങനെ മുന്നോട്ട് പോവുക? നമുക്ക് ഞാൻ എടുത്തുതരാം. ഗീതു, എന്താ തല തന്നെയാ? ഞാൻ കുറച്ചേരം വെയിലത്തിറങ്ങി, അതിന്റെ ആയിരിക്കും. നീ എന്തിനാ ഈ വെയിലത്ത് ഇറങ്ങാൻ നിൽക്കുന്നു? അത് നല്ല ചൂടല്ലേ. അല്ല, ഹോസ്പിറ്റലിൽ പോണോ? ഹോസ്പിറ്റലിൽ പോകുന്നു വേണ്ട, കുറച്ചേരം കിടന്നപ്പോ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്റെ ബർത്ത്ഡേക്ക് റിസോർട്ട് ബുക്ക് ചെയ്യാന്ന് പറഞ്ഞല്ലേ, അതിന്റെ കാര്യം എന്തായി? വിളിച്ച് അന്വേഷിച്ചാ? അടുത്ത തിങ്കളാഴ്ചയാണേ. എന്റെ ഗീതു, നിന്റെ ബർത്ത്ഡേ റിസോർട്ട് തന്നെ ആഘോഷിക്കുന്നുണ്ടാ? ഇത്രയും വലിയ വീടല്ലേ, ഒരു കേക്കും മേടിച്ച് കുറച്ച് ഫ്രണ്ട്സിനെയും വീട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് ഇവിടെ നടത്തിയ പോരെ? ഒന്നാമത് പൈസ ഇല്ലാണ്ട് നിൽക്കുക, അതിന്റെ ഇടയിൽ കൂടെ റിസോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എപ്പോഴായിട്ട് നിങ്ങളുടെ ദാരിദ്ര്യം പറിച്ചിൽ തീരുക? കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയതാ ഇല്ല ഇല്ല ഇല്ല. എന്നാ പിന്നെ കുറച്ച് പൈസ ആയിട്ട് കല്യാണം കഴിച്ചാൽ പോരായിരുന്നോ? ഇപ്പൊ എന്റെ സന്തോഷം കൂടി കളയാനായിട്ട്. എനിക്ക് പൈസക്ക് കുറവൊന്നുമില്ല ഗീതു. ആ മില്ലിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് തന്നെയാ ഈ വലിയ കോളനിയിൽ 20 സെന്റ് സ്ഥലവും മേടിച്ച് വീടും എടുത്തൊരു കാറും എടുത്തത്. ഇപ്പൊ മില്ലിൽ കുറച്ച് കച്ചവടം കുറവായിട്ട് ടൈറ്റ് ആണെന്നേ പറഞ്ഞുള്ളൂ. ഭർത്താവിനെ കുറച്ച് മനസ്സിലാക്കാൻ പഠിക്കുക, അല്ലാണ്ട് എന്ത് ചാടി കടിക്കല്ലേ വേണ്ടത്. ആദ്യം നിങ്ങളൊന്ന് ഭാര്യനെ മനസ്സിലാക്കാൻ പഠിക്കേ. ഇത്രയും കാലം ഞാൻ എന്റെ ബർത്ത്ഡേ ഗ്രാൻഡ് ആയിട്ട് ആഘോഷിച്ചത്, ഇപ്പൊ കല്യാണം കഴിഞ്ഞു കൊണ്ട് ഞാൻ അതെല്ലാം വേണ്ട വെക്കണോ? റിസോർട്ട് ബുക്ക് ചെയ്യുന്നില്ലേ പറഞ്ഞുള്ളൂ, അതിന് വലിയ ലക്ഷ്യങ്ങളൊന്നും ആവില്ല. നിനക്ക് റിസോർട്ട് ബുക്ക് ചെയ്താൽ പോരെ? ചെയ്തു തരാം. എനിക്ക് കുറച്ച് ദിവസം ഇവിടുന്ന് വിട്ടു നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് പറഞ്ഞതാ. അവിടെ പൈസന്റെ അല്ല. എന്തായാലും ബർത്ത്ഡേ കഴിഞ്ഞിട്ടുള്ള തിരക്കൊക്കെ മതി. പിന്നെ ബുക്ക് ചെയ്യുമ്പോ നല്ല റിസോർട്ട് തന്നെ ബുക്ക് ചെയ്യണേ. ബുക്ക് ചെയ്യാൻ പറഞ്ഞില്ലേ? പിന്നെ നീയേ അലമാരി വെച്ച 4 പവന്റെ നെക്ലസ് ഒന്ന് തരുമോ? 2 മാസം കൊണ്ട് എടുത്തുതരാ, കുറച്ച് ടൈറ്റ് ആയി പോയി. ഓ, അപ്പം വെറുതെ അല്ല പെങ്ങളും കുഞ്ഞും കൂടി കെട്ടി എഴുന്നള്ളി വന്നതല്ലേ? ഞാൻ വിചാരിച്ചു ആങ്ങളിനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കുന്നത്.
അല്ലെങ്കിലും അവളുടെ കയ്യിലും കഴുത്തിലൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് കടം തീർത്തൂടെ? അതായത് നാത്തോണ്ട് സ്വർണം കണ്ടിട്ടാ ഈ പണിക്കൊക്കെ നിൽക്കുന്നത്. എന്ത് പണിക്ക് നിൽക്കണ്ടെന്ന് ഇതേ ഗീത് നീ അറിയാണ്ട് ഓരോന്ന് പറഞ്ഞല്ലേ. അച്ഛനമ്മ ഇല്ലെങ്കിലും നല്ല അന്തസ്സോടെ ഞാൻ ഓളെ കെട്ടിച്ചയച്ചത്. അവൾക്ക് നിന്റെ ഒരു സ്വർണം വേണടി. വെറുതെ നമ്മൾ തമ്മിലുള്ള പ്രശ്നത്തിലേ എന്റെ പെങ്ങളെ വലിച്ചടിക്കാൻ നിൽക്കണ്ട കേട്ടോ. 2 ദിവസം മനസ്സമാത്തോടെ ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നതാ. നീ എന്തൊക്കെയാണ് പറയുന്നത്? ഓ ആയിക്കോട്ടെ, കുറെ കൊടുത്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്. എന്നാ പിന്നെ അവളോട് പോയി ചോദിക്കി. അല്ലാണ്ട് എന്റെ അച്ഛനും അമ്മയും ഉണ്ടാക്കി സ്വർണ്ണമല്ല നിങ്ങളുടെ കടം തീർക്കാൻ വേണ്ടി തരേണ്ടത്. നമ്മുടെ മില്ലിൽ നിന്ന് കിട്ടുന്ന പൈസ നമുക്കുള്ളതല്ലേ, അല്ലാണ്ട് അവൾക്കല്ലല്ലോ കൊണ്ടു കൊടുക്കുന്നത്. വന്നവാടെ ഹണിമൂണിന് മലേഷ്യ പോകണം പറഞ്ഞിട്ട് കൊണ്ടുപോയല്ലേ. നീ ചോദിച്ചെല്ലാം ഞാൻ വാങ്ങിച്ചെന്നില്ലേ. ഇതൊക്കെ അവിടെ നിന്ന് കിട്ടിയതാടി. അപ്പൊ ആ സ്ഥാപനത്തിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോ അത് സഹായിക്കേണ്ടത് ഭാര്യന്റെ കൂടെ കടമയാണ്. നിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിഞ്ഞല്ലോ. ഞാൻ കടം ചോദിച്ചാൽ തരാൻ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് മറ്റുള്ളവരോട് ചോദിക്കാൻ പറഞ്ഞാൽ മടിയാണ്. എന്താ വേണ്ട ഞാൻ ചെയ്തോളാം. ഞങ്ങളെ പറഞ്ഞപ്പോ ഞങ്ങള് പൊള്ളി. പിന്നെ ഇതിനല്ലാണ്ട് എന്തിനാണ് അവൾ കേട്ടിയെന്നല്ലേ വന്നത്? എത്ര പറഞ്ഞാലും അതിന് മനസ്സിലായില്ല. ചേച്ചി നീ എന്താ ഇവിടെ നിൽക്കുന്നത്? ഒന്നുമില്ല, കുഞ്ഞൂസോടെ കളിച്ചപ്പോ ഞാൻ നിന്നതാ. അല്ല മോനെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചേച്ചി കല്യാണം കഴിഞ്ഞിട്ട് 4 മാസമായിട്ട് എന്നെ അവൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതെനിക്ക് സങ്കടം. എന്ത് ചെയ്തു കൊടുത്താലും എപ്പോഴും പരാതിയാ. വന്ന് കയറാതെ മുൻപ് അത് ചെയ്തില്ല ഇത് ചെയ്തില്ല പറഞ്ഞിട്ട് ഒരു ദിവസം എനിക്ക് മനസ്സമാധാനം തരുന്നില്ല. അത് മോനെ, അവള് വന്നിട്ടല്ലടാ ഉള്ളൂ. നമ്മുടെ വീടും നീയൊക്കെ ആയിട്ട് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം എടുക്കും. നീ ഇങ്ങനെ വെറുതെ ഓരോന്ന് പറയുമ്പോഴേക്കും അവളിങ്ങനെ ചാടിക്കടിക്കാൻ നിൽക്കല്ലേ. നീ ഇവിടെ സമാധാനത്തിൽ ഇരിക്കുന്നോണ്ടല്ലേ ചേച്ചി അവിടെ സന്തോഷമായിട്ടിരിക്കുന്നത്. നീ ഇവിടെ ഇങ്ങനെ ഏത് നേരം പ്രശ്നമാണെങ്കിൽ എനിക്കിങ്ങനെ ഒരു മനസ്സമാധാനം കിട്ടുക. നീ ഇനി അവൾ ഓരോന്ന് പറയാൻ പോവല്ലേ. ചേച്ചി എനിക്ക് മില്ല അത്യാവശ്യമായിട്ട് കുറച്ച് തടി ഇറക്കാനുണ്ട്. എന്നിട്ട് തണിയാൻ പൈസ ഇല്ല. നിനക്കറിയാലോ എനിക്ക് വേറൊരു കടം ചോദിക്കുക പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. അപ്പൊ ഒരു തൽക്കാലം 2 മാസത്തേക്ക് ഒരു ചെയിൻ വെച്ചാൽ എന്തൊക്കെയാ പറയുന്നറിയോ. അവൾ കൂടി എന്നെ മനസ്സിലാക്കിയിട്ട് സഹായിക്കല്ലേ വേണ്ടത്. എടാ, കല്യാണം കഴിഞ്ഞ് 4 മാസം ആകുമ്പോഴത്തേക്കും സ്വർണം പണയം വെക്കാൻ തവറിനല്ലേ. ആ കുട്ടി എന്താ വിചാരിക്കുക? അവളുടെ അച്ഛനും അമ്മയും അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കി കൊടുത്തായിരിക്കില്ലേ. നീ ആണെങ്കിൽ എന്നോടൊന്ന് ചോദിച്ചോളൂ. നിനക്ക് അത് ചെയ്യൂലല്ലോ. ഒരു കാര്യം ചെയ്, തൽക്കാലം വള കൊണ്ട് പണയം വെച്ചിട്ടേ മില്ലിലേക്ക് വേണ്ട തടികളൊക്കെ ഇറക്കാൻ നോക്ക്. നീ മിണ്ടല്ലേ ചേച്ചി. നിന്റെ വളയൊന്നും വേണ്ട. 2-3 ആളെങ്കിൽ പൈസ തരാണ്ട്. ഞാൻ അവരോട് ചോദിച്ചോളാം. കടം കൊടുത്ത പൈസ നീ തിരിച്ചു ചോദിച്ച പോലെ തന്നെ. നീ അതും ഇതും പറയാൻ നിൽക്കല്ലേ. കുഞ്ഞാ, ഇതൊന്ന് മാമനെ കൊണ്ട് കൊടുക്ക്. എന്റെ ചേച്ചി ഇപ്പൊ എനിക്ക് ഇപ്പൊ അളിയനും നിന്റെ അച്ഛനും അമ്മ എന്തെങ്കിലും പറയോ? എന്റെ ആങ്ങളെ സഹായിച്ചതിന് അവരെന്ത് പറയാനാ മോനെ? അല്ലെങ്കിലും നീയല്ലേ കല്യാണ സമയത്ത് ചേച്ചിക്ക് ഇതെല്ലാം വാങ്ങിച്ചിട്ട് തന്നത്. അപ്പൊ നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ സഹായിക്കേണ്ട ഞാനല്ലേടാ. പിന്നെ ഞങ്ങളിപ്പോ ഇറങ്ങും കേട്ടോ. ഇറങ്ങിയേ? എങ്ങോട്ട്? ചേച്ചി കുറച്ചു ദിവസം നിൽക്കാൻ വേണ്ടി വന്നല്ലേ. ഞങ്ങളുടെ പ്രശ്നം കൊണ്ട് ഇത് നോക്കല്ലേ. ആകെ ശരിയാവും. അതുകൊണ്ട് നീ ഒന്ന് പോവാൻ നിൽക്കണ്ട. അതല്ല, ഇപ്പൊ എന്തായാലും ചേച്ചി നിന്നാ ശരിയാവില്ലടാ. നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ അന്ന് ആദ്യം സംസാരിച്ച് റെഡിയാക്ക്. എന്തായാലും 2 മാസം മോൻ ലീവാണല്ലോ. ചേച്ചി ഇടയ്ക്ക് വരാം. കുഞ്ഞേ, മോനെ, ഇപ്പൊ എന്തായി? ഞാൻ സ്വർണം കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോ നേരെ സ്ഥലം വിട്ടില്ലേ? ഇനി അവളെന്തായാലും കാണാൻ ചോദിച്ചു ഈ വഴിക്ക് വരില്ല. മര്യാദക്ക് സംസാരിച്ചോ നീ. അറിയാത്ത കാര്യം എന്തെങ്കിലും പറഞ്ഞില്ലേ. അതെന്റെ ചേച്ചിയാടി. ഈ ലോകത്ത് എനിക്ക് ആ കൂടിയുള്ള ഒരു കൂടെപ്പറപ്പാ. എന്നെ മനസ്സിലാക്കാൻ അവൾക്കേ കഴിയുള്ളൂ. ചേച്ചിയായിട്ടല്ല, എന്റെ അമ്മയായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ലെങ്കിൽ എന്റെ ചേച്ചിനെ പറയും എന്ത് യോഗ്യത നിനക്കുള്ളത്. ഒരു ആവശ്യത്തിന് ചോദിച്ചപ്പോ നീ അവക്കാ വിചാരിച്ചു അല്ലേ. അതിലും ഭർത്താവിനെ മനസ്സിലാക്കാൻ കുറച്ച് ഇത് വേണ്ടി. പക്ഷെ ആങ്ങളെ മനസ്സിലാക്കാൻ എന്റെ പെങ്ങൾക്ക് കഴിയും. ഇത് അവള് തന്നതാ. അപ്പൊ അവൻ കുറച്ചു ദിവസം നിൽക്കാൻ വേണ്ടി വന്നതല്ലേ. അപ്പൊ നമ്മൾ തമ്മിലൊരു പ്രശ്നം വേണ്ട ഇറങ്ങിപ്പോയത്. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല ഗീതു. നിനക്ക് അച്ഛനും അമ്മയും ആങ്ങളെ എല്ലാവരും ഉണ്ട്. അതില്ലാത്ത എന്റെ വിഷമം എന്തെന്ന് ഞങ്ങളോട് ചോദിക്കണം. എന്റെ 15ാമത്തെ വയസ്സിൽ അച്ഛനമ്മയും പോയതാ. അതിനുശേഷം അവൾക്ക് ഞാനും എനിക്ക് അവള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവളെ പറഞ്ഞപ്പോ എനിക്ക് പൊള്ളിയത്. എനിക്ക് അവള് നീ വേറെ വേറെ അല്ല. ചേച്ചിന്റെ കല്യാണം കൂടി കഴിഞ്ഞപ്പോ ഞാൻ ആ ഒറ്റപ്പെട്ടു പോയതാ. നീ വന്നപ്പോ എനിക്കൊരു ആശ്വാസമായത്. പക്ഷെ നിനക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റത്തില്ല പറയുമ്പോഴാ.
അച്ഛനും അമ്മയുള്ള കാലത്തോളം മാത്രം കുഞ്ഞൂസേ ഞങ്ങളെ പോലെ കെട്ടിച്ചു വിട്ട പെൺകുട്ടികൾക്ക് സ്വന്തം വീട്ടിൽ വന്നാലും സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുള്ളൂ.